നമ്മുടെ കേരളത്തിലെ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന പ്രസ്ഥാനം, അവരെക്കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. അവർ കൊടും ക്രിമിനലുകളാണെന്നും അവർ രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കും ഒക്കെ എതിരായിട്ട് പ്രവർത്തിക്കുന്നവരാണെന്നും ഒക്കെ ചുമ്മാ അവരെക്കുറിച്ച് അങ്ങ് പറയുക. അതെന്താണ് ആ പ്രസ്ഥാനം എന്നുള്ളതൊന്നും അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ്. ഒന്നാമത് ഈ പേര് ഈ ഇസ്ലാമി എന്നൊക്കെ കേൾക്കുമ്പോൾ പലർക്കും കുരുവ് പൊട്ടും അത് കേട്ടാൽ. അതാണ് പ്രശ്നം. ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്നത് അന്തസ്സായിട്ടുള്ള ആളുകൾ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനം തന്നെയാണ്. മുസ്ലിം സമൂഹത്തിലെ അത് ഒരു പ്രസ്ഥാനമാണ്. അതിലുള്ള ഒരുപാട് ആളുകളെ എനിക്കറിയാം. ഞാൻ ഈ ജമാഅത്ത് ഇസ്ലാമിയും ഇതൊന്നും അല്ല. എന്നാൽ എനിക്ക് അതിലുള്ള ഒരുപാട് ആളുകളെ എനിക്കറിയാം. നല്ല വിവരമുള്ള ആളുകൾ ധാരാളമുള്ള ഒരു പ്രസ്ഥാനമാണത്. അവരാരും വിഘടനവാദികളോ അല്ലെങ്കിൽ ഈ രക്തച്ചൊരിച്ചിലുണ്ടാക്കാൻ നടക്കുന്നോ ഉള്ള ആളുകളല്ല. അവർ ശരിയായിട്ട് ആ മതബോധം അവരുള്ള ആളുകളാണ്. അവർ നല്ല രീതിയിൽ പ്രവർത്തിക്കും. ഇതൊക്കെ തന്നെ ഉള്ളത്. ഇനി അതും പോട്ടെ. അപ്പോൾ ഇപ്പോൾ ഏതായാലും ഈ ജമാഅത്ത് ഇസ്ലാമി നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രിക്ക് അവരുടെ അദ്ദേഹത്തിൻ്റെ കണ്ണിലെ ഏറ്റവും വലിയ കരടെന്ന് പറയുന്നത് ഈ ജമാഅത്ത് ഇസ്ലാമി ആയിരുന്നു കേട്ടോ, ഒരു കാലത്ത്. എന്തോ കാര്യമെന്ന് എനിക്കറിഞ്ഞൂടാ. കാരണം പിന്നെ ആ കാര്യം മനസ്സിലാവുന്നത് ഈ അടുത്ത സമയത്താണ്. അപ്പോൾ മുഖ്യമന്ത്രി അവരുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട് എന്ന്, അതായത് ശ്രീ പിണറായി വിജയൻ, അന്ന് മുഖ്യമന്ത്രിയായിരുന്നു അല്ലയോ എന്നുള്ളത് എനിക്കറിയത്തില്ല, ചർച്ചയുടെ ദിവസം ഞാൻ മറന്നുപോയി, നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇങ്ങനെ അവർ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല എന്നൊക്കെ ആയിരുന്നു. അവരുടെ പിന്തുണ ഒരു കാലത്ത് വാങ്ങിയിരുന്നു എന്നുള്ളതും സത്യമാണ്, ഇടതുപക്ഷം. പക്ഷേ പിന്നെ അതങ്ങ് കൊള്ളരുതാത്ത ആളുകളായിട്ട് മാറി. അത് മെയിനായിട്ടുള്ള അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് വെള്ളാപ്പള്ളിയാണ് അതിൻ്റെ കാരണം. അപ്പോൾ വെള്ളാപ്പള്ളി നടേശനെ കൊണ്ട് നടക്കണപ്പോൾ ഇതും കൂടെ കൊണ്ടു നടക്കാൻ ഒക്കത്തില്ല. അങ്ങനെ ഇവരെ അങ്ങ് താഴെയിട്ട് വെള്ളാപ്പള്ളി എടുത്തു. അത് ലാഭവും നഷ്ടമുണ്ടെന്നുള്ളത് ഇനി വരുന്ന തിരഞ്ഞെടുപ്പുകളിലൊക്കെ നോക്കിയിരിക്കുമ്പോൾ കാണാം. ഏതായാലും ഇപ്പം ജമാഅത്ത് ഇസ്ലാമി അങ്ങ് നന്നായി. അതിൻ്റെ കാര്യം എന്താണെന്നറിയാം നന്നായെന്ന് പറയുന്നത്, നമ്മുടെ ശ്രീ പിണറായി വിജയൻ അവസാനം സമ്മതിച്ചു. അത് AKG സെൻറ്ററിൽ വെച്ച് അവരുമായിട്ടൊരു കൂടിക്കാഴ്ച നടത്തി. അവർ വർഗീയവാദികളാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ കൂടിക്കാഴ്ച നടത്തിയതാണ്. എന്തിനെന്നറിയോ? അവരുടെ തെറ്റുകൾ അവരെ ബോധ്യപ്പെടുത്താൻ. അതാണ് ആ കാര്യം. അവരെ തെറ്റുകളൊക്കെ ബോധ്യപ്പെടുത്തി അവരെ വൃത്തിയുള്ള ആളുകളായിട്ട് മാറ്റിയെടുക്കാനായിട്ട് ഉള്ള പരിശ്രമമായിരുന്നു അദ്ദേഹത്തിൻ്റെ കേട്ടോ. അത് ഈ വിജയിച്ചോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയാൻ വയ്യ. ഏതായാലും അദ്ദേഹം അതൊരു ബോധവൽക്കരണ പ്രക്രിയ നടത്തി. അതാണ് നടന്നത്. അതിനുവേണ്ടി AKG സെൻറ്റർ വരെ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നുമൊക്കെ കൂടെ പോയത്. അത് ജമാഅത്ത് ഇസ്ലാമിയുടെ അമീറും ഒക്കെ. എന്തിനാണ് ഇതുപോലുള്ള വർത്തമാനം പറയുന്നത്? ഈ രാഷ്ട്രീയക്കാരെ ആരെങ്കിലും വിശ്വസിക്കാൻ ഒക്കുമോ? ഇപ്പം ഏതായാലും ഇവിടെ ഈ വലതുപക്ഷ മുന്നണി പറയുന്നത് അവർ ഇവരുടെ പിന്തുണ അഭ്യർത്ഥിച്ചിട്ടുണ്ട്, അവർ പിന്തുണ കൊടുക്കുന്നുണ്ട്, അത് വാങ്ങും, ഒരു തെറ്റുമില്ലെന്ന് അവർ പറയുന്നു. ഇവർക്ക് വാങ്ങാമെങ്കിൽ പിന്നെ അവർക്ക് വാങ്ങിക്കൂടെ? അതാ ഞാൻ പറഞ്ഞത്, ഇന്ന് ഈ രാഷ്ട്രീയക്കാരെന്ന് പറയുന്നവർ പറയുന്ന ഒരു കാര്യവും നമുക്ക് വിശ്വസിക്കാൻ ഒക്കത്തില്ല. അവരെങ്ങനെയൊക്കെ ഏത് സമയത്തൊക്കെ പെരുമാറുമെന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊന്നും അറിഞ്ഞുകൂടാ. ഇപ്പോൾ ഏതായാലും ഇടതുപക്ഷ മുന്നണി വളരെ കഷ്ടപ്പെട്ട് നിന്നിരുന്ന ഒരു സമയമായിരുന്നു ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള, അതേപോലെ PM ശ്രീ വിവാദം, ലേബർ കോഡ്, ഇതൊക്കെ വന്നിട്ട് വളരെ വലിയ അടിയും കിട്ടി ഇങ്ങനെ നിൽക്കുകയായിരുന്നു. എന്ത് പകച്ചു നിന്നതാ എന്ത് ചെയ്യുമെന്ന്. അന്നേരമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ് കിട്ടിയത്. അത് കുറേ നാൾ അങ്ങ് ആഘോഷിച്ചു. അപ്പോൾ അത് വാർത്തയല്ലാതായി. കാരണം രാഹുൽ മാങ്കൂട്ടത്തിന് അറസ്റ്റ് ചെയ്യാൻ പാടില്ലെന്നൊക്കെ ഹൈക്കോടതിയുടെ ഒരു ഓർഡർ കിട്ടി. ഇന്നലെ അയാളെ രണ്ടാമത്തെ കേസ് അതിൻ്റെ ഇടയിൽ എടുത്തു. ഇയാൾക്ക് ജാമ്യമൊന്നും കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ആ രണ്ടാമത്തെ കേസിനകത്തും വാദം കേട്ടു. അത് ഏതായാലും അതിന് ഉത്തരവ് ഇന്നോ നാളെ എങ്ങാണ്ട് അതിൻ്റെ ഉത്തരവിനിരിക്കുക. അതിനകത്ത് ജാമ്യം കിട്ടാൻ കേട്ടിട്ട് അതിൻ്റെ ഫാക്സ് കേട്ടതിന് ശേഷം 1-2 പേരെൻ്റെ അടുത്ത് അതിൻ്റെ ഫാക്സൊക്കെ പറഞ്ഞു. കേട്ടപ്പോൾ ജാമ്യം കിട്ടാൻ എന്ന ഒരു ഒഫൻസായിട്ടേ എനിക്ക്, കുറ്റമായിട്ടേ എനിക്ക്, ഒരു കാര്യമായിട്ടേ എനിക്ക് തോന്നിയുള്ളൂ. എനിക്കറിയാൻ വയ്യ. ഏതായാലും വരട്ടെ, എന്തായാലും അതിൻ്റെ വിധിയൊക്കെ വരട്ടെ, അത് വന്നോട്ടെ. പക്ഷേ അതിൻ്റെ ഒരു തട്ടിക്കളിച്ച് ഈ രാഹുലിനെ ഓടിച്ചിട്ട് പിടിക്കാൻ നടക്കുന്നു എന്ന് പറഞ്ഞൊക്കെ നടന്നു. എല്ലാ ജില്ലയിലും ആളിനെ അയച്ചു, കർണാടകത്തിലേക്ക് അയച്ചു, തമിഴ്നാട്ടിലേക്കൊക്കെ അയച്ചു, എല്ലാ സ്ഥലങ്ങളിലും ബോർഡറിലുണ്ട്, അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഏതായാലും കൊണ്ടു നടക്കാൻ പറ്റി. എലക്ഷൻ ഇന്ന് നടക്കുകയാണ്. ഇത് ഏതാണ്ട് പകുതി ജില്ലകളിലെ എലക്ഷൻ, ബാക്കി 11-ാം തീയതി നടക്കുകയാണ്. ഈ 11-ാം തീയതി വരെ ഏതായാലും ഇത് വീണ് കിട്ടി. അല്ല, അതും കിട്ടിക്കഴിഞ്ഞപ്പോൾ അയാൾക്ക് ഇങ്ങനെ ഹൈക്കോടതിയിൽ നിന്നൊരു അനുകൂലമായിട്ടുള്ള ഒരു ഇടക്കാല ഉത്തരവ് കിട്ടിയല്ലോ. അത് അനുകൂലം എന്ന് പറയുന്നത് അയാളെ അതുവരെ അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞു ഉള്ള ഉത്തരവ് കിട്ടി.
അത് ഇനി അടുത്ത കേസ് മാറ്റി വെച്ചേക്കാണ്. അപ്പോൾ അപ്പോഴത്തേക്ക് നോക്കിയപ്പോൾ എന്താ പറയുക, ഇനി ചർച്ചയ്ക്ക് വലിയ സ്കോപ്പില്ല. ഇത് ആളുകളങ്ങ് വിടും. മാത്രമല്ല, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി ആരെയൊക്കെ ബലാത്സംഗം ചെയ്തെന്ന് പറഞ്ഞാലും അതൊരു വാർത്തയല്ല. കാരണം അയാളുടെ ജോലി ഏതാണെന്നുള്ളത് ഏതാണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്തു പോയി. ആ രീതിയായി. എല്ലാത്തിലും പരസ്പര സമ്മതപ്രകാരമുള്ള ബന്ധമാണെന്നാണ് അയാൾ അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഇപ്പോൾ ഉള്ള കേസിലുമൊക്കെ അത് തന്നെ അവകാശപ്പെടും. അല്ലാതെ ഒന്നും പറയാനില്ല. ഇങ്ങനെ ഈ രീതിയിലാണ്. അല്ലാതെ അയാൾ ഇങ്ങനെ ഒന്നും ചെയ്തിട്ടില്ലെന്ന് അയാൾ പറയത്തേ ഇല്ല. അയാൾ പറഞ്ഞ ലൈംഗിക വീഴ്ച നടത്തിയിട്ടുണ്ട്, പക്ഷെ അത് പരസ്പര സമ്മതപ്രകാരമുള്ള ലൈംഗിക വീഴ്ച എന്ന് പറയും. അപ്പോൾ അതൊരു വാർത്തയല്ലാതായിട്ട് മാറി. ഇനി രാഹുൽ വേവത്തില്ല കേട്ടോ. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി വേവത്തില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഭാഗ്യത്തിന് ഇന്നലെ വീണ് കിട്ടിയത് ദിലീപിൻ്റെ കേസ്. ദിലീപിനെ കുറ്റവിമുക്തനാക്കി. രാവിലെ മുതൽ എല്ലാ മാധ്യമങ്ങളും അതിൻ്റെ ചർച്ചയാണ്. മുഴുവൻ ആളുകളുടെ അഭിപ്രായ പ്രകടനമാണ്. ഒരുപാട് പേര് ഓരോ അഭിപ്രായങ്ങളൊക്കെ പറയുന്നു. ആ ജഡ്ജ്മെൻ്റ് ഒന്നും കാണാതെ അതിനെക്കുറിച്ച് ഒരു അഭിപ്രായവും പറയുന്നത് യഥാർത്ഥത്തിൽ പ്രിമച്ചുറാണെന്നേ ഞാൻ പറയുള്ളൂ. ഒരിക്കലും അങ്ങനെ ആ ജഡ്ജ്മെൻറ്റിനകത്ത് എന്താ എഴുതി വെച്ചേക്കുന്നതെന്ന് മനസ്സിലാക്കാതെ ഒരിക്കലും നമുക്ക് അതിനെക്കുറിച്ചൊന്നും ഒരു അഭിപ്രായവും പറയാൻ ഒക്കത്തില്ല. മാത്രമല്ല, ജഡ്ജ്മെൻ്റ് വന്നാൽ പോലും ശരി, അതിപ്പോൾ ഏതായാലും അപ്പീൽ കൊടുക്കുകയാണെന്ന് ഡിക്ലെയർ ചെയ്തു. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ആ വാദിഭാഗം അതിനകത്തുനിന്ന് അപ്പീൽ കൊടുക്കുന്നു. അതേപോലെ അക്വിറ്റലിനെതിരെ ഏതാനും പ്രതികളുടെ അക്വിറ്റലിനെതിരെയുള്ള അപ്പീൽ കൊടുക്കുന്നു. അതേപോലെ അതിൻ്റെ പ്രതിഭാഗം എന്തായാലും ഉറപ്പായിട്ട് അപ്പീൽ കൊടുക്കുമല്ലോ, ഫസ്റ്റ് അപ്പീലല്ലേ, കൊടുക്കും. അപ്പോൾ അത് കാരണം അതിനെക്കുറിച്ച് എടുത്തിട്ട് കോടതി കിടക്കേണ്ട ഈ കാര്യത്തെക്കുറിച്ച് എടുത്തിട്ട് ചർച്ച ചെയ്യുന്നത് ശരിയല്ല. ഒരു ഫസ്റ്റ് അപ്പീലെങ്കിലും കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അതിനെക്കുറിച്ച് പറയാം, ഇന്നതാണ് അതിൻ്റെ കാരണം എന്നൊക്കെ പറയും. ഇതൊന്നും പറയാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. പല ആളുകളും ഈ ബോർഡർ ലംഘിച്ചാണ് ഇതിനെക്കുറിച്ച് ചർച്ച നടത്തുന്നതെന്ന് നമുക്ക് കാണാം. അത് ഈ വികാര വിക്ഷോഭം കൊണ്ടൊക്കെ ചെയ്യുന്നതാണ്. അപ്പം ഒരുപാട് പേർക്ക് അങ്ങനെയൊക്കെ ഉള്ള അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അത് പലപ്പോഴും കോടതിയലക്ഷ്യത്തിൻ്റെ പരിധിയിലേക്ക് കടന്നു വരുന്ന വികാര പ്രകടനങ്ങൾ ഞാൻ ഇന്നലെ കേൾക്കാനിടയായിട്ടുണ്ട്. ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ അത് പറയുന്നവർ പറഞ്ഞോട്ടെ, എനിക്കതൊന്നുമില്ല. ഞാൻ ആ കാര്യത്തിനില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഏതായാലും ഇപ്പോൾ ഇന്നലെ ആ സബ്ജക്റ്റ് വീണ് കിട്ടിയോണ്ട് ഇന്നലെ നിന്ന് വഴിക്കാൻ പറ്റി. ശബരിമലക്കുള്ള ഇതിനിടെ ശബരിമലക്കുള്ള മറന്നു പോകരുതെന്ന് ഓർമ്മിപ്പിക്കുന്ന ആളുകളെയും നേതാക്കളെയും ഞാൻ കണ്ടു. നിങ്ങൾ ശബരിമലക്കുള്ള ഇതിൽ മുങ്ങിപ്പോകരുത്, മറന്നു പോകരുത് എന്ന് വോട്ടർമാരെ ഓർമ്മിപ്പിക്കുന്ന നേതാക്കളെ നമുക്ക് കാണാൻ പറ്റി. ഏതായാലും ശരി, ഇങ്ങനെ ഇതേപോലെ ഈ സമ്മിശ്ര പ്രതികരണങ്ങളുള്ള ഒരു വിധി വന്നു. അതിൻ്റെ ചർച്ചയായി. പിന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നു ഒരുപാട് ചെളിവാരി എറിയാനുള്ള മാർഗമായി. ചാനൽ ചർച്ചകളിലൊക്കെ അതങ്ങനെ വന്നു. പക്ഷേ ഇതൊക്കെ വന്നതുകൊണ്ട് ഒരു ഗുണമുണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഇടതുപക്ഷ മുന്നണി ഈ മറ്റേ ചർച്ചയൊന്നും ശബരിമലക്കുള്ളതിൽ ചർച്ച ഇപ്പോൾ ഇല്ല. അതായി മാർക്സിസ്റ്റ് പാർട്ടിയുടെ 2 നേതാക്കൾ, വലിയ നേതാക്കൾ അകത്ത് കിടക്കുകയാണ്. ജയിലിലെ സസുഖം ഭക്ഷണമൊക്കെ കഴിച്ച് ആരോഗ്യം മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ. അപ്പോൾ അവരെ പേര് നടപടിയൊന്നും ഇതുവരെ ഇല്ല. പക്ഷെ ബാക്കി ആളുകളുടെ പേര് എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളായിരുന്നു അവരുടെ ചോദ്യം. ഏതായാലും അത് കഴിഞ്ഞു. ഏതായാലും അങ്ങനെ ഈ ചർച്ച ഇത് കാരണം ഇതിലെ ചർച്ചയൊന്നും മാറിക്കിട്ടി. മറ്റേത് ശബരിമലക്കുള്ള വലിയ വലിയ തലങ്ങളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നതിൻ്റെ ചർച്ചയാണ്, അതങ്ങ് മാറിക്കിട്ടി. ഏതായാലും തൽക്കാലം ഒരു ആശ്വാസം ഇടതു മുന്നണിക്ക് ഈ കാര്യത്തിലുണ്ടായി എന്ന് നമുക്ക് പറയാം.